ഹലോ എവരി വൺ. സോ റീനീറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയി മാരത്തോണിലൂടെ കടന്നു പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട എക്സാംസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിപ്പോൾ അവസാനിക്കുന്ന ദിവസങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. സോ സൈലം നിങ്ങൾക്ക് നെക്സ്റ്റ് പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ 2-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത പ്ലാനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. 2-ാം തീയതി മുതൽ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 8 മൊഡ്യൂൾ നമ്മുടെ എക്സാമിലേക്ക് അടുക്കുന്നവരും 8 മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസിനെ തിരിച്ചിട്ട് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സുകൾ പിന്നെയും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഈ ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അതായത് മൊഡ്യൂൾ 1 നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബോട്ടണിയിലും അതേപോലെ തന്നെ സുവോളജിയിലും ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്യാവശ്യം സിമ്പിൾ ടോപ്പിക്സും അതേപോലെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നതുമായ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉൾപ്പെടുക മൊഡ്യൂൾ 1 ആണ് നിങ്ങൾക്ക് ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സ് നമുക്ക് മോഡേൺ ഫിസിക്സ്, ഡുവൽ നാച്ചർ, ആറ്റം, ന്യൂക്ലിയർ, ഇലക്ട്രോണിക്സ്, ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളും 8 മൊഡ്യൂളുകളായിട്ട് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തെ മൊഡ്യൂൾ നമ്മൾ ക്ലാസ് കണ്ട് പഠിക്കുന്നു. നിങ്ങൾക്ക് പിന്നെയും ലൈവായിട്ട് യൂട്യൂബിലൂടെ ഫുൾ ഫ്രീ ആയിട്ട് പിന്നെയും നിങ്ങൾ ക്ലാസ്സുകൾ തരാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ടോപ്പിക്ക് മൊത്തം പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഈ പഠിച്ച മൊഡ്യൂളുമായി ബന്ധപ്പെട്ട എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. സോ 2-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു, തിയറി മൊത്തം പഠിക്കുന്നു. 3-ാം തീയതി നമ്മൾ എക്സാം എഴുതുന്നു. ദെൻ 4-ാം തീയതി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കുന്നു. സെക്കൻഡ് മൊഡ്യൂൾ മൊത്തം പഠിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ എക്സാം മാത്രമല്ല എഴുതുക, ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കൂടി ചേർന്നിട്ടുള്ള എക്സാം ആയിരിക്കും നമ്മൾ ഡേ 5 ചെയ്യുക. അതേപോലെ ഡേ 6 നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡേ 6 മീൻസ് 6th ജൂണിൽ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് മൊഡ്യൂൾ 3 ആയിരിക്കും. മൊഡ്യൂൾ 3 നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നു. 7th നമ്മൾ എന്ത് ചെയ്യുന്നു, ജൂൺ 7th നമ്മൾ എന്ത് ചെയ്യുന്നു, മൊഡ്യൂൾ 1ഉം 2ഉം 3ഉം എല്ലാം കൂടി ചേർന്നിരിക്കുന്ന എക്സാംസുകൾ ചേർത്ത് എഴുതുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്ന ടോപ്പിക്കിൻ്റെ എക്സാമിന് പകരം മൊത്തം ടോപ്പിക്സിൻ്റെ ഒരു സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഓഫ്ലൈൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. ഇനി ഓഫ്ലൈൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും കടന്നു പോയിട്ട് ഏകദേശം നിങ്ങളുടെ എക്സാം ഡേറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. മൊഡ്യൂൾ 1ൻ്റെ ക്ലാസ് 2-ാം തീയതി തുടങ്ങുമെങ്കിൽ മൊഡ്യൂൾ 1ൻ്റെ എക്സാം 3-നായിരിക്കും. മൊഡ്യൂൾ 1ഉം 2ൻ്റെയും എക്സാം 5-നായിരിക്കും. 1ഉം 3 വരെയുള്ള എക്സാം 7-നായിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മുടെ എക്സാംസ് നടക്കുക. അങ്ങനെ 9, 11, 13 ആവുന്ന സമയത്ത് 15 ആവുന്ന സമയത്ത് നമ്മൾ ഏകദേശം മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ആവുകയും അതിൻ്റെ എക്സാമുകൾ എഴുതുകയും ചെയ്യും. ഈ ഡേറ്റിലൊക്കെ എക്സാംസുകളാണ്. ദെൻ 17-നും 18-നും ഒക്കെ ഫുൾ ഫ്രീ ആയിട്ടുള്ള ഫുൾ കംപ്ലീറ്റ് ടോപ്പിക്കുള്ള മോക്ക് എക്സാംസ് ആയിരിക്കും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ കംപ്ലീറ്റ് മോക്ക് എക്സാം എഴുതിയിട്ട് നമുക്ക് സംഭവിച്ച ഈ ഒരു റീനീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമ്മുടേതായ രീതിയിലേക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എക്സാം ഒന്നുകൂടി എഴുതാം. സോ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ഓപ്പോസിറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും രജിസ്ട്രേഷനൊക്കെ ഉറപ്പ് വരുത്തുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നല്ല മാർക്കോട് കൂടി റീനീറ്റ് ക്രാക്ക് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ.